LED ലൈറ്റ് സീരീസിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൊഡാക്കിൻ്റെ S2200 എന്ന് പറയുന്ന സ്റ്റിക്ക് ലൈറ്റാണ്. മനോഹരമായിട്ടുള്ള ഒരു കേസിലാണ്. പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ യെല്ലോ ആയിട്ടുള്ള സിബ്ബ, കാരണം ഒരു ലുക്ക് ഉണ്ട് കാണാൻ. ഇവിടെ കൊഡാക്കിൻ്റെ ഒരു ബാഡ്ജിങ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലൈറ്റിലേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ വൈറ്റ് കളറിലുള്ള ഇപ്പോഴത്തെ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള രീതിയിലുള്ള വൈറ്റ് കളറിലാണ് ലൈറ്റ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൽ നമുക്ക് ഒരു 20 വാട്ട്സിൻ്റെ AC പവർ ചാർജറും വരുന്നുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് DC കൊടുത്തിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. ഒരു C ചാർജിങ്ങിന് വേണ്ടിയിട്ടുള്ള കേബിളും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ 2 ടൈപ്പിൽ ചാർജ് ചെയ്യാം. ഒന്ന് DC കൊടുത്തിട്ടും C കൊടുത്തിട്ടും നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഒരു റിമോട്ടും കൂടെ വരുന്നുണ്ട്. റിമോട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലൈറ്റിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ കാണാൻ നല്ല ലുക്കൊക്കെ ഉള്ള രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കണ്ടോ, ബാൻഡോറൊക്കെ ഉണ്ട്, പ്ലാസ്റ്റിക് ബാൻഡോറാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഒരു സൈഡിലാണ് ലൈറ്റുകളൊക്കെ വന്നിട്ടുള്ളത്. ഡബിൾ സൈഡല്ല, ഒരു സൈഡിലായതുകൊണ്ട് തന്നെ ബാൻഡോർ നമുക്ക് മാറ്റിയിടാതെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇത് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, ഇവിടെ പവർ ബട്ടൺ വരുന്നുണ്ട്. പവർ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് ഹോൾഡ് ചെയ്യുക. ഒന്നും കൂടെ പ്രസ് ചെയ്താലാണ് ശരിക്കും ഇത് ഓൺ ചെയ്യുന്നത്. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ കളർ ആയിട്ടുള്ള HSL എന്ന് പറയുന്ന നമുക്ക് RGB മോഡുകൾ പല കളറിലേക്കും ഈസി ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ അതിൻ്റെ മോഡ് മാറ്റിയിട്ട് നമുക്ക് എഫക്റ്റുകളുള്ള കുറേ മോഡുകളൊക്കെ നമുക്ക് ഇത് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ CCT മോഡിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഏത് തരത്തിലുള്ള മോഡായാലും എഫക്റ്റുകളായാലും അതുപോലെ തന്നെ LED ലൈറ്റും CCT ഒക്കെ ആയാലും ഒരു സൈഡിൽ തന്നെയാണ് നമുക്ക് ലൈറ്റ് വരുന്നത്. അതിൻ്റെ കൂടെ ഇത് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെറിയൊരു ഡിഫ്യൂസർ വെച്ചിട്ടാണ് ഇത് കവർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് LED ഒന്നും കാണാത്ത രീതിയിൽ നല്ല രീതിയിലുള്ള ഡിഫ്യൂഷനാണ് കൊടുത്തിട്ടുള്ളത്. കുറച്ചും കൂടെ ലൈറ്റ് വെയ്റ്റും കൂടിയാണ്. പിന്നെ ഇതിലെ വേറൊരു കാര്യം, നല്ല രീതിയിൽ തന്നെ ബാഡ്ജിങ് ചെയ്തിട്ടുണ്ട്. കൊഡാക്ക് S2200 RGB എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഗ്രിപ്പ് കുറച്ചും കൂടെ ഇപ്പോൾ പുതിയ വരുന്ന ക്വാളിറ്റിയുള്ള സ്റ്റിക്ക് ലൈറ്റുകളെ പോലെ തന്നെ നല്ല രീതിയിലുള്ള ഗ്രിപ്പാണ് കൊടുത്തിട്ടുള്ളത്. നല്ല എന്താ പറയുക, ക്വാളിറ്റിയുള്ള നല്ല റോയൽ ലുക്കിലുള്ള സ്റ്റിക്കൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഹീറ്റ് പോകാനുള്ള വെൻറ്റ്, പാനലിൻ്റെ ഹീറ്റ് പോകാനുള്ള വെൻറ്റ് ഇവിടെ വരുന്നുണ്ട്. ഒരു സൈഡിലാണ് നമുക്ക് ചാർജിങ് വരുന്നത്. ഇതിൽ നമുക്ക് ഇവിടെ DC ഇന്ന് 20 വോൾട്ടിൻ്റെ DC ഇന്ന് കൊടുത്തിട്ട് നമുക്ക് പവർഫുള്ളായിട്ട് പെട്ടെന്ന് ചാർജ് എടുക്കാൻ പറ്റും. അതുപോലെ USB-C വരുന്നുണ്ട്. USB-C ചാർജറോ അതല്ലെങ്കിൽ പവർ ബാങ്കൊക്കെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്നുള്ളതിന് വേറൊരു ഗുണമാണ്. അപ്പോൾ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് ഒരുപാട് നേരം യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഹീറ്റ് കളയാൻ വേണ്ടിയിട്ട് 60 വാട്ട്സിൻ്റെ ലൈറ്റാണ്. 60 വാട്ട്സാണ് ഇതിന് CCT വരുന്നത്. അതുപോലെ RGB വരുന്നതാണെങ്കിൽ 40 വാട്ട്സാണ്. മൊത്തം 100 വാട്ട്സ് ലൈറ്റാണ് ശരിക്കും പറയുകയാണെങ്കിൽ. അതായത് CCTയുടെ ലൈറ്റ് മാത്രം നോക്കുകയാണെങ്കിൽ 60 വാട്ട്സാണ് ഉണ്ടാവുക. ബാക്കിൽ 2 ഫാനും വന്നിട്ടുണ്ട്. കാരണം പവർഫുൾ ആയിട്ടുള്ള ലൈറ്റ് ആയതുകൊണ്ട് ഒരുപാട് ഹീറ്റാവും. അതിന് കൂളിംഗ് കളയാൻ വേണ്ടിയിട്ട് ബാക്കിൽ പവർഫുൾ 2 ഫാന് വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെയും നമുക്ക് ഹീറ്റ് കളയാൻ വേണ്ടിയിട്ടുള്ള, ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ഹോളുകളും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ കാണാൻ പറ്റും. കൊഡാക്കിൻ്റെ ബാഡ്ജിങ്ങും സൈഡിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, പ്രസ് ചെയ്തിട്ട് ഒന്നും കൂടെ രണ്ടാമത്തെ പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോഴാണ് ശരിക്കും ഇതും ഓൺ ആവണത്. മേലെ നമുക്ക് മോഡ് ബട്ടൺ കാണാം. മോഡ് ബട്ടൺ നെക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള മോഡുകൾ മാറ്റാം. ഇപ്പോൾ RGB മോഡിലാണ് വെച്ചിട്ടുള്ളത്. ഈ RGB മോഡിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് കളർ മാറ്റാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഹ്യൂ നമ്മളിങ്ങനെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് പല ടൈപ്പ് ഓഫ് കളറുകൾക്ക് ഈസി ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. നല്ല കൂളായിട്ടുള്ള ലൈറ്റാണ് ഇതിൽ നിന്ന് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ താഴെയുള്ള ബട്ടൺ നമ്മൾ നെക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സാച്ചുറേഷൻ എത്ര വേണം, ലൈറ്റിൻ്റെ സാച്ചുറേഷൻ കൂട്ടാനും കുറക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. വീണ്ടും ഒരു പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തുമാത്രം പവർഫുൾ വേണം ഈ ലൈറ്റ് എന്നുള്ളത് നമുക്കിവിടെ തീരുമാനിക്കാൻ പറ്റും. ഇപ്പോൾ ഏകദേശം 50%-ലൊക്കെയാണ്. അപ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ലൈറ്റ് കൂടിയിട്ട് ചിലപ്പോൾ ഇതിൽ കളർ കാണാത്ത രീതിയിൽ വന്നിട്ടുണ്ടാകും. ആദ്യം നമ്മൾ വെച്ചിരുന്നത് 5%-ൽ മാത്രമായിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ച് ഒരു 5%-ലാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. 5% പവറിൽ മാത്രമാണ് വെച്ചുള്ളത്. കാരണം ഇത് 60 വാട്ട്സ് ആയതുകൊണ്ട് തന്നെ നല്ല ഔട്ട്പുട്ട് കിട്ടും. പിന്നെ നമ്മൾ മോഡ് ബട്ടണിലേക്ക് വീണ്ടും പോയിട്ട് മാറ്റിക്കഴിഞ്ഞാൽ FX മോഡുകൾ, പല ടൈപ്പിലുള്ള FX മോഡിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പോൾ സംസാരിക്കുന്ന അനുസരിച്ചിട്ട് ലൈറ്റ് മാറാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എഫക്റ്റ് വരുന്നത്. അതുപോലെ നമുക്ക് ലൈറ്റ്നിങ് എഫക്റ്റ് വരുന്നുണ്ട്. പാർട്ടി, സ്റ്റാർ, ഇടിമിന്നൽ എന്നൊക്കെ പറഞ്ഞ് TVയുടെ എഫക്റ്റ്, പോലീസ് കാർ എഫക്റ്റ്, SOS എന്ന് പറഞ്ഞിട്ട് നമുക്ക് നോർമലി ഇങ്ങനെ ലൈറ്റുകൾ വരുന്ന എഫക്ട്സുകളൊക്കെ നമുക്ക് 12 ടൈപ്പ് ഓഫ് എഫക്ട്സുകൾ നമുക്ക് മാറ്റിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. വീണ്ടും നമ്മൾ മോഡ് ബട്ടൺ ഒന്നുകൂടെ ഇതിൻ്റെ സ്പീഡ് കൂട്ടാനും കുറക്കാനും പറ്റും കേട്ടോ. എഫക്ട്സിനൊക്കെ സ്പീഡ് നമുക്ക് കൂട്ടാനും കുറക്കാനും പറ്റും. പിന്നെ ഇതിന് CCT മോഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് വാമും കൂളും 2700 മുതൽ 2700 കെൽവിൻ എന്ന് പറഞ്ഞാൽ വാം, ഇതിപ്പോൾ 2700 കെൽവിന് വാമാണ്. ഈ വാം മുതൽ നമുക്ക് 7500 വരെ നമുക്ക് ഇതിൽ കൊണ്ടുപോയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 7500 വരെ കൂളിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. വാമിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റും. അതിലിതിൻ്റെ പവർ നമുക്ക് കൂട്ടാനും കുറക്കാനൊക്കെ ഇഷ്ടംപോലെ കൂട്ടാനും കുറക്കാനൊക്കെ പറ്റും.
ശരിക്കും ഇപ്പോൾ 20% ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെ നന്നായിട്ട് ലൈറ്റ് വരുന്നത് അങ്ങനെ 20%ന് നന്നായിട്ട് ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഇത് 5%ലേക്ക് തിരിച്ചു വേണം ക്യാമറയിൽ കാണാൻ വേണ്ടി. ഒരു 5% ഇട്ടാണ് അപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൂൾ ലൈറ്റ് ആണെങ്കിൽ കൂളിലേക്ക് കൊണ്ടുപോകാം, അതുപോലെ തന്നെ വാം ആണെങ്കിൽ വാമിലേക്ക് കൊണ്ടുപോകാം. ചില സമയത്ത് നമ്മൾ ചില പോർട്രേറ്റ് ഷോട്ടൊക്കെ നടത്തുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആവശ്യം ഉണ്ടാവുക മിക്കവാറും വാം ലൈറ്റൊക്കെ ആയിരിക്കും. അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വാമിലേക്ക് കൊണ്ടുപോയിട്ട് എത്ര വാമാണ് വേണ്ടത് വെച്ചാൽ വാമിലേക്ക് കൊണ്ടുപോയിട്ട് പോർട്രേറ്റും ഫേസും സാധനങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനും കൂടെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് ഒരുപാട് കാര്യം നമ്മൾ പൊക്കി പിടിച്ച് കഴിഞ്ഞാലും വലിയ കയ്യിനൊന്നും പെയിൻ ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എന്നാലും ബാറ്ററി ഒരുപാട് സമയം നിൽക്കുന്ന ബാറ്ററിയാണ് വരുന്നത്. അതുപോലെ ഇതിന് ചെറിയൊരു സ്ട്രാപ്പൊക്കെ കൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് സ്ട്രാപ്പൊക്കെ ഇട്ടിട്ട് സേഫായിട്ട് പിടിച്ചിട്ടും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് മറ്റ് ലൈറ്റുകളിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന് നമുക്ക് മറ്റ് ലൈറ്റുകളിൽ നമുക്ക് ഇത് ചാർജ് ചെയ്ത് ഇതിൽ ബാറ്ററി മാത്രം ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ പവർ ബാങ്ക് കുത്തി കൊടുത്ത് നമുക്ക് കണ്ടിന്യൂസ് ഉപയോഗിക്കാൻ പറ്റും. ഇതിൽ നമുക്ക് നോർമലി നമ്മളെ സോണിക്കൊക്കെ വന്നിരുന്ന NPF ബാറ്ററി ഉണ്ട്. നമ്മൾ ലൈറ്റുകൾക്കൊക്കെ യൂസ് ചെയ്യുന്ന NPF ബാറ്ററി ഉപയോഗിച്ചിട്ട് നമുക്കിത് പവർ ചെയ്യാൻ പറ്റും. അപ്പോൾ NPF ബാറ്ററി 2 കൊടുത്തു കഴിഞ്ഞാൽ ഈ ബാറ്ററിയിൽ നിന്ന് നമുക്ക് പവർ എടുത്തിട്ട്, കാരണം ഈ ബാറ്ററി നിങ്ങൾക്ക് അറിയാൻ പറ്റും പവർഫുൾ ബാറ്ററിയാണ്. അപ്പോൾ ഇതിൽ ബാറ്ററി കഴിഞ്ഞാലും ചാർജ് കഴിഞ്ഞാലും നമുക്ക് ഈ ബാറ്ററി ഉപയോഗിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് വെച്ചിട്ട് നമുക്കിത് വർക്ക് ചെയ്യാൻ പറ്റും. എക്സ്റ്റേണൽ ബാറ്ററി വന്നു കഴിഞ്ഞാൽ അവിടെ എക്സ്റ്റേണൽ ബാറ്ററി എന്നുള്ള സ്ക്രീനിൽ എഴുതി കാണിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഉറപ്പാക്കാം അതിൽ നിന്ന് തന്നെയാണ് ചാർജ് പോകുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ബാറ്ററി വെച്ചിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളത് ഇതിന് വേറൊരു ഗുണം കൂടിയാണ്. അപ്പോൾ നിങ്ങൾ സ്റ്റൈലിഷ് ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിക്ക് ലൈറ്റാണ് നോക്കണമെങ്കിൽ കൊഡാക്കിൻ്റെ S2200 നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പ്രൊഫഷണലായിട്ട് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒക്കെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കൊച്ചിയിലും കോഴിക്കോടും ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഇനി ഫോട്ടോഗ്രാഫി നിങ്ങൾക്ക് യാത്ര ചെയ്തുകൊണ്ട് പഠിക്കണമെങ്കിൽ ഏപ്രിൽ 22 തായ്ലാൻഡ് ഫോട്ടോഗ്രാഫി ട്രിപ്പ് പോകുന്നുണ്ട്. താഴെ കൊടുത്തുള്ള നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് സീറ്റ് ബുക്ക് ചെയ്യുകയൊക്കെ ചെയ്യാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലവ് യു ആൾ.